തിരുവനന്തപുരത്ത് ഗുരുമന്ദിരങ്ങൾ തകർക്കുന്നത് തുടർക്കഥ. ബാലരാമപുരം മുക്കം പാലത്ത് ഇന്നലെ രാത്രി ഗുരുമന്ദിരം അടിച്ചു തകർത്തു. SNDP ഭാരവാഹികൾ പോലീസിന് പരാതി നൽകി. കഴിഞ്ഞ ദിവസം സമാനമായി മലയങ്കീഴ് നടുകാട് ഭാഗത്ത് ഗുരുമന്ദിരവും തകർത്തിരുന്നു. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, ഈ ഇവിടങ്ങളിലൊക്കെ ഗുരുമന്ദിരങ്ങൾ തകർക്കുന്ന ഇടങ്ങളിലൊക്കെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? കാരണം ഇത് തുടർക്കഥയാകുന്നത് അനുവദിക്കാൻ കഴിയില്ലല്ലോ ഒരു കാരണവശാലും. തീർച്ചയായിട്ടും വീണ, നിലവിൽ പോലീസ് പ്രതികളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുകയാണ്. നേരത്തെ മലയങ്കീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ആദ്യം നെടുങ്കാട് ഭാഗത്താണ് ശ്രീനാരായണ ഗുരു പ്രതിമയുടെ ചില്ലുകൾ തകർത്തത്. അവിടെ ഉണ്ടായിരുന്ന പ്രതിമ സ്ഥാപിച്ചിരുന്ന ഭാഗത്തെ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന്റെ ചില്ലുകളാണ് തകർത്തത്. സമാനമായ രീതിയിലാണ് ഇന്നലെ രാത്രി മുക്കംപാലമൂട് ജംഗ്ഷനിൽ, അത് ബാലരാമപുരത്തിന് സമീപമായ മുക്കംപാലമൂട് ജംഗ്ഷനിൽ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന്റെ ചില്ലുകൾ തകർത്തിരിക്കുന്നത്. നിലവിൽ പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം നടത്തുമെങ്കിൽ പോലും അന്വേഷണം കൃത്യമായ രീതിയിൽ പുരോഗമിക്കുന്നില്ല. ഈ പുരോഗമിക്കാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിരന്തരമായി ഈ ശ്രീനാരായണ ഗുരു മന്ദിരങ്ങൾ ഇങ്ങനെ തുടർച്ചയായി തകർക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. വലിയ പ്രതിഷേധമാണ് SNDP വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉയരുന്നത്. ശ്രീനാരായണ ധർമ്മപാലിമാരുടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും SNDPയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും നിലവിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് സമീപ പ്രദേശത്തെ CCTVകൾ പോലും പരിശോധിക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ശ്രീനാരായണ ഗുരു മന്ദിരങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ 2-3 ദിവസമായി വലിയ തോതിൽ ആ പ്രദേശത്ത് പൂർണ്ണമായും ശ്രീനാരായണ ഗുരു മന്ദിരങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമം അഴിച്ചുവിടുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. ചെല്ലുകൾ, ആ ശ്രീനാരായണ ഗുരു മന്ദിരത്തിന്റെ ചില്ലുകൾ കല്ലിട്ട് എറിഞ്ഞ് തകർക്കുന്ന കാഴ്ചയാണ്. അത്തരത്തിലാണ് അവിടെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും SNDPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. മറ്റു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു വിഭാഗത്തെ കേന്ദ്രീകരിച്ച് നടത്തുന്ന, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ബിംബത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, നിഗൂഢതയുണ്ട് എന്ന ആക്ഷേപം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇത് തുടർക്കഥയായി ഈ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉയരുന്നത്. ഓക്കെ, ശരി വിനീഷ്.